അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ഒരു മോശം കരാറിൽ ഏർപ്പെട്ടേക്കുമെന്ന ശക്തമായ ആശങ്ക പങ്കുവച്ച് ഇസ്രയേൽ. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന യുദ്ധത്തിലേക്ക് നയിച്ച പ്രധാന സുരക്ഷാ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുന്നതിന് മുൻപ് തന്നെ US ധൃതി പിടിച്ച് ധാരണയിലെത്തിയേക്കുമെന്നാണ് ഇസ്രയേൽ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ CNN ആണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വിവരം റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ ആണവ പദ്ധതികൾ ഭാഗികമായി നിലനിർത്തുകയും എന്നാൽ ഇസ്രയേലിന് വലിയ ഭീഷണിയായ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ, മേഖലയിലെ മറ്റ് സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു കരാർ ഇസ്രയേൽ അംഗീകരിക്കില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഇത്തരം വിട്ടുവീഴ്ചകളോടെയുള്ള കരാറാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ യുദ്ധം അപൂർണമായാണ് ഇസ്രയേൽ കണക്കാക്കുക. യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഇറാന്റെ ആണവ നിലയങ്ങൾ പൂർണ്ണമായി തകർക്കുമെന്നും മിസൈൽ പദ്ധതികൾ അവസാനിപ്പിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ യുദ്ധം 10 ആഴ്ചകൾ പിന്നിടുമ്പോൾ അമേരിക്കയുടെ നയതന്ത്ര ചർച്ചകളുടെ മുൻഗണനകൾ മാറിയിരിക്കുകയാണ്. നിലവിൽ യുറേനിയം സമ്പുഷ്ടീകരണവും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതും മാത്രമാണ് ചർച്ചകളുടെ പ്രധാന അജണ്ട. ബാലിസ്റ്റിക് മിസൈലുകളും സായുധ ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണയും ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കപ്പെട്ടതായി ഇസ്രയേൽ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം എന്ന ഏറ്റവും അടിയന്തരമായ ഭീഷണിക്ക് മേൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിർബന്ധിതനായത്. US-ഉം ഇറാനും തമ്മിലുള്ള ഈ ചർച്ചകൾ പരാജയപ്പെടുന്നതിനെയാണ് ഇസ്രയേൽ ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നത്. ഇറാനുമായി യാതൊരു കരാറും ഉണ്ടാകാതിരിക്കുകയും ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം തുടരുകയും ഇറാനുമേൽ കൂടുതൽ സൈനിക പ്രഹരങ്ങൾ ഏൽക്കുകയും ചെയ്യുന്നതാണ് തങ്ങൾക്ക് താൽപര്യമെന്ന് ഒരു മുതിർന്ന ഇസ്രയേൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. എങ്കിലും അന്തിമ തീരുമാനം ട്രംപിന്റേതാണെന്നും അദ്ദേഹം സമ്മതിക്കുന്നു. ഇറാൻ ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോയി നയതന്ത്ര കളി തുടർന്നാൽ വീണ്ടും യുദ്ധമുണ്ടാകുമെന്നും പറഞ്ഞു. അതേസമയം അമേരിക്കയ്ക്കും ഇസ്രയേലിനുമൊപ്പം ചേർന്ന് UAE ഇറാനെതിരെ യുദ്ധം ചെയ്തുവെന്ന റിപ്പോർട്ട്. കഴിഞ്ഞ മാസം ആദ്യം ഇറാന്റെ ലവാൻ ദ്വീപിലെ എണ്ണ ശുദ്ധീകരണശാല ആക്രമിച്ചത് UAE ആണെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച സമയത്താണ് ആക്രമണം ഉണ്ടായതെന്നും UAEയുടെ ഭാഗത്ത് നിന്നുണ്ടായ സൈനിക നടപടിയെ US സ്വാഗതം ചെയ്തിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. UAEക്ക് പുറമെ യുദ്ധത്തിൽ ചേരാൻ താൽപര്യമുള്ള ഗൾഫ് രാജ്യങ്ങൾക്കെല്ലാം ആക്രമണം നടത്താമെന്ന നിലപാടും US കൈക്കൊണ്ടുവെന്നും വെടിനിർത്തൽ പൂർണ്ണമായും നിലവിൽ ഇല്ലാത്തതിനാൽ ആക്രമണങ്ങൾക്ക് കുഴപ്പമില്ലെന്നും വ്യക്തമാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനിലെ ലവാൻ ദ്വീപിലേക്കുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടിയായി UAEയിലേക്കും കുവൈത്തിലേക്കും പുലർച്ചെ ആക്രമണം നടത്തിയതായി ഏപ്രിൽ 8-ന് IRIB വ്യക്തമാക്കിയിരുന്നു. ലവാന് നേരെ ഭീരുക്കളാണ് ആക്രമണം നടത്തിയതെന്നും ഇറാൻ അന്ന് ആരോപിച്ചിരുന്നു. 17 മിസൈലുകളും 35 ഡ്രോണുകളുമാണ് ഇറാൻ തിരിച്ചടിയായി UAEയിലേക്ക് തൊടുത്തത്. 2020-ലെ കണക്കനുസരിച്ച് ഇറാനിലെ 10ാമത്തെ വലിയ റിഫൈനറിയാണ് ലവാൻ. 60,000 ബാരൽ ക്രൂഡ് ഓയിലാണ് പ്രതിദിനം ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അതേസമയം ഇറാനെ തങ്ങൾ ആക്രമിച്ചതായി UAE ഇതുവരെയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. രാജ്യത്തിന് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ സൈനികമായി കൂടി നേരിടാൻ UAEക്ക് അവകാശമുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ UAE ലക്ഷ്യമിട്ടാണ് ഇറാൻ പ്രധാനമായും തിരിച്ചടിച്ചത്. 2800-ലേറെ മിസൈലുകളാണ് UAEയിലേക്ക് മാത്രം ഇറാൻ തൊടുത്തത്. UAEയിലെ വിമാനത്താവളങ്ങൾ, കെട്ടിട സമുച്ചയങ്ങൾ എന്നിവയായിരുന്നു ലക്ഷ്യം. വിനോദസഞ്ചാര, വ്യോമയാന മേഖലകളെയും വിപണിയെയും പ്രതിസന്ധിയിലാക്കാൻ പര്യാപ്തമായിരുന്നു ഇത്. പശ്ചിമേഷ്യയിൽ ഏറ്റവും അത്യാധുനിക യുദ്ധോപകരണങ്ങൾ UAEയുടെ കൈവശമാണുള്ളതെന്നാണ് കണക്ക്. ഫ്രഞ്ച് മിറാഷ് യുദ്ധവിമാനങ്ങൾ, അഡ്വാൻസ്ഡ് F-16 ജെറ്റുകൾ, ഡ്രോണുകൾ, നിരീക്ഷണ വിമാനങ്ങൾ എന്നിവ UAEക്കുണ്ട്. അജ്ഞാത യുദ്ധവിമാനങ്ങൾ ഇറാന്റെ ആകാശത്ത് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് UAEയുടേതാണെന്നും ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ഇറാൻ യുദ്ധത്തിനിടെ US സൈന്യത്തിന്റെ ആക്രമണത്തിൽ നിന്നും ഇറാൻ വിമാനങ്ങളെ പാകിസ്ഥാൻ സംരക്ഷിച്ചുവെന്നും പാകിസ്ഥാന്റെ വ്യോമതാവളത്തിൽ അഭയം നൽകിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലെ നൂർഖാൻ വ്യോമതാവളത്തിലാണ് സൂക്ഷിച്ചതെന്നും അഫ്ഗാനിസ്ഥാനിലേക്കും ഇറാൻ വിമാനങ്ങൾ മാറ്റിയെന്നുമാണ് US ഉന്നതർ വെളിപ്പെടുത്തിയത്. ഇറാന്റെ വിമാനം ഉൾപ്പെടെ നൂർഖാനിലുണ്ടായിരുന്നുവെന്നും US അവകാശപ്പെടുന്നു. ലോക്ഹീഡ് 113 ഹെർക്കുലീസിന്റെ വകഭേദമായ RC-113 രഹസ്യ നിരീക്ഷണത്തിനായാണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യസ്ഥ ശ്രമം നടത്തിയിരുന്ന പാകിസ്ഥാൻ ഈ വാദങ്ങളെ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട്. നൂർഖാനുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും നഗരഹൃദയത്തിലാണ് നൂർഖാൻ സ്ഥിതി ചെയ്യുന്നതെന്നും പാകിസ്ഥാൻ പറയുന്നു. US ഉന്നതൻ പറഞ്ഞതുപോലെ വൻതോതിൽ സൈനിക വിമാനങ്ങൾ നൂർഖാനിൽ ഒളിപ്പിച്ചുവെങ്കിൽ അത് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞേനെയെന്നും ഒളിപ്പിക്കാൻ പറ്റുന്ന സ്ഥലമല്ല അതെന്നും പാക് സൈനിക ഉദ്യോഗസ്ഥൻ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.